തൊപ്പിക്കച്ചവടക്കാരനും കുരങ്ങന്മാരും. ഒരിടത്ത് ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ദിവസവും പലതരം തൊപ്പികൾ കൊട്ടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് നാട് നീളെ നടന്നു വിൽക്കുമായിരുന്നു. ഒരു ദിവസം കഠിനമായ വെയിലത്ത് നടന്ന് തളർന്ന കച്ചവടക്കാരൻ ഒരു വലിയ മരത്തണലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. തൻ്റെ തൊപ്പികൾ നിറഞ്ഞ കൊട്ട അരികെ വെച്ച് അവൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീണു. ആ മരത്തിന് മുകളിൽ ഒരു പറ്റം കുരങ്ങന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. കച്ചവടക്കാരൻ ഉറങ്ങുന്നത് കണ്ട കുരങ്ങന്മാർ മെല്ലെ താഴെ ഇറങ്ങി. അവർ കൊട്ട തുറന്ന് ഓരോരോ തൊപ്പികളെടുത്ത് സ്വന്തം തലയിൽ വെച്ച് വീണ്ടും മരത്തിന് മുകളിലേക്ക് കയറി. കുറച്ച് സമയം കഴിഞ്ഞ് കച്ചവടക്കാരൻ ഉണർന്നപ്പോൾ തൻ്റെ കൊട്ട കാലിയായിരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ ചുറ്റും നോക്കി. അവസാനം മരത്തിന് മുകളിലേക്ക് നോക്കിയപ്പോൾ എല്ലാ കുരങ്ങന്മാരും തൊപ്പികൾ ധരിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ദേഷ്യത്തോടെ കൈകൾ വീശി കുരങ്ങന്മാരെ പേടിപ്പിക്കാൻ നോക്കി. ഉടൻ തന്നെ കുരങ്ങന്മാരും അതേപോലെ കൈകൾ വീശി അവനെ അനുകരിച്ചു. കച്ചവടക്കാരൻ ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ കുരങ്ങന്മാർ മരത്തിലെ പഴങ്ങൾ പറിച്ചെടുത്ത് താഴേക്കെറിഞ്ഞു. കുരങ്ങന്മാർ തന്നെ അനുകരിക്കുകയാണെന്ന് കച്ചവടക്കാരന് മനസ്സിലായി. ഉടൻ തന്നെ അവൻ തൻ്റെ തലയിലിരുന്ന തൊപ്പി ഊരി നിലത്തേക്കെറിഞ്ഞു. അത് കണ്ട കുരങ്ങന്മാർ ഒട്ടും താമസിച്ചില്ല അവരുടെ തലയിലുണ്ടായിരുന്ന തൊപ്പികളും താഴേക്കെറിഞ്ഞു. കച്ചവടക്കാരൻ വേഗം തന്നെ എല്ലാ തൊപ്പികളും പെറുക്കി കൊട്ടയിലാക്കി സന്തോഷത്തോടെ അവിടെ നിന്ന് പോയി. ഈ കഥ നൽകുന്ന പാഠം: പ്രതിസന്ധികളിൽ പരിഭ്രമിക്കാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താം. ബുദ്ധിശക്തിയാണ് ഏറ്റവും വലിയ കരുത്ത്.